നേരെ വീട്ടിക്കല്ലേ? അവനെവിടെ? നിനക്ക് എന്താ വിളിച്ച ഫോൺ എടുത്തൂടെ? ഇനി നീ ഇവിടെ എല്ലാം ബാക്കിയുണ്ടായിരുന്നല്ലോ. ഇല്ലടാ, നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാം. മയിലേ, ഇത് എത്ര സ്റ്റിച്ച് ഉണ്ട്? 6. ഭയങ്കര വലിയ കാര്യമാണല്ലോ. കുടുംബക്കാർക്കൊക്കെ ഇപ്പൊ അഭിമാനം ഉണ്ടാവും, മോൻ 6 സ്റ്റിച്ച് വാങ്ങിന്ന് പറഞ്ഞ്. എടാ, ഈ ലോകത്ത് ബ്രേക്കപ്പ് അവൻ ആദ്യത്തെ ആളല്ലേ നീ. അവനൊരു വലിയ കാമുകം വന്നേക്കണ്. എന്താ മയില നീ ചിരിക്കണേ? ഈ ലോകത്ത് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ആദ്യത്തെ ആളും ഞാനല്ലല്ലോ. ഡാ, സോറി. നിന്റെ മോന്ത ഞാൻ അടിച്ചു പൊട്ടിക്കും മയിലെ. ആ രാത്രി ഭയങ്കര വേദനയായിരുന്നു. ഈ ശ്വാസം മുട്ടുക, അതുപോലെ തന്നെ ഈ കയ്യും കാലും കിടന്ന് വിറയ്ക്കുക, നെഞ്ച് പൊട്ടിപ്പോന്നൊക്കെ പറയില്ലേ. എന്നിട്ട് അവളെന്താ പറഞ്ഞേ? അവളൊന്നും പറഞ്ഞില്ല. കുറച്ചേരം തലാത്തി നിന്നു, പോണെന്ന് പറഞ്ഞു. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ, പോയിക്കോളാൻ പറഞ്ഞു. പോയി ജീവിക്കട്ടെ. ആ ബെസ്റ്റ്. അപ്പൊ അവളെ വീട്ടിൽ പോയി നാണം കെട്ട്, അവളെ മുമ്പിലും പോയി നാണം കെട്ടത് പോരാഞ്ഞിട്ട് നീ മയില് പരിപാടി കാണിച്ചാലേ. നീ പേടിച്ച സാരില്ലടാ. എനിക്കിപ്പോൾ രാത്രി മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പം എനിക്ക് അവളൊന്ന് കാണണം, സംസാരിക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവളെ കണ്ടോ? വിളിച്ചോ? അടിപൊളി. ഇങ്ങനെ ആയിരുന്നെങ്കിൽ അവൾ അറിഞ്ഞ? ടോമാളെ വിളിച്ചായിരുന്നു ഇങ്ങനെ ഉണ്ടായിന്ന് പറയാനായിട്ട്. അപ്പോൾ അവള് പറഞ്ഞു, എന്നെ വിളിക്കണ്ട, ഞാൻ അവനോടൊരു ബന്ധമില്ലെന്ന്. നിനക്കിപ്പോൾ മനസ്സിലായില്ലേ? ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം, അത്രേ ഉള്ളൂ. എന്നിട്ടാണ് നാൻസി പോയപ്പോൾ നീ കിണറ്റി ചാടാൻ പോയേ? നാൻസി പോയപ്പോൾ ഞാൻ കിണറ്റി ചാടാൻ പോയി. വെള്ളമില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ചാടിയില്ല, അതിലാണ് കാര്യം. അമ്പോ, പ്രണയം പ്രാണനാണ് വിധുവോ. നീ ഈ മാതിരി സിനിമ ഡയലോഗ് എന്നോട് പറയാൻ നിൽക്കലോട്ടാ മയിലേ. നാൻസി, നീ ഇപ്പം എന്തിനാ അവളുടെ കാര്യം ഇവിടെ എടുത്തിട്ടേ? അതൊക്കെ വിട്. അമ്മ എന്ത് പറഞ്ഞു? അമ്മ എന്നോട് നോട്ടം നോക്കി, എരിഞ്ഞ കണ്ണിൽ അഗ്നിയായി. എടാ, നമ്മൾ സ്നേഹിക്കുന്നവരെ കാട്ടി നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെ ജീവിക്കുന്നതാ നല്ലത്. എന്നാലും അവള് അതൊക്കെ വിട്. എന്താ നിന്റെ അടുത്ത പരിപാടി? രാമനായി തോറ്റ സ്ഥിതിക്ക് ഇനി രാവണനായി നോക്കാം. മനസ്സിലായില്ല?